ഓഫ്. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ എ റൈഡ്. ഞാൻ സംസാരിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. യെസ് യെസ് യെസ്. എൻ്റെ ഹലോ. ഓക്കെ, ഒരു വെറൈറ്റി ഇൻ്റർഫേസ് ആണെന്ന് എനിക്കറിയാം. ഓക്കെ, ഇതിൻ്റെ നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വേണ്ടതെന്ന് പറയാം, നിങ്ങൾ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നിയത് ഈ സംഭവം ഞാൻ കണ്ടിന്യൂ ചെയ്യണോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ളത്. കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ എനിക്ക് തോന്നുന്ന കാര്യമൊക്കെ ഇങ്ങനെ ഡോക്യുമെൻ്ററി ചെയ്ത് ട്രേഡിംഗ് റിലേറ്റഡ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പം അതിനെപ്പറ്റി നിങ്ങൾക്കിത് ഓക്കെ ആണോ എന്നുള്ളൊരു സംഭവം ജസ്റ്റ് എനിക്ക് അപ്ഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇത് കുറച്ച് കഷ്ടപ്പാടാണ് ഈ ക്യാമറ സെറ്റ് ചെയ്യുക, ഹെൽമെറ്റിനകത്ത് മൈക്ക് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ. അപ്പം ആർക്കെങ്കിലും യൂസ് ആവുന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ യൂസ് ഇല്ല എങ്കിൽ ഞാനിത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതൊന്നിക്കൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ നിങ്ങൾ ജസ്റ്റ് പറയാം. ഇപ്പോൾ കമൻറ്റ് ഇടാൻ വയ്യെങ്കിൽ ജസ്റ്റ് DM ചെയ്താലും മതിയേ. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ടോപ്പിക്കെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ പറയാനായിട്ട് ഇങ്ങനെ എൻ്റെ മൈൻഡിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ എങ്ങും ഒരു ഡെസ്റ്റിനേഷനൊന്നും ഇല്ല എനിക്ക്. ഞാൻ ജസ്റ്റ് വണ്ടി എടുത്ത് ഇങ്ങനെ പോവാണ്. ഓക്കെ, ഞാൻ അങ്ങനെയാണ് എപ്പോഴും. ഞാൻ വണ്ടി എടുത്ത് എവിടെയെങ്കിലും ഇങ്ങനെ കറങ്ങാൻ പോകും. അപ്പോൾ ഇങ്ങനെ കുറേ സെൽഫ് ടോക്കൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ജേർണൽ ചെയ്യാനായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഞാൻ ചിന്തിച്ചെടുത്തത്. അപ്പം ഞാൻ മെയിനായിട്ട് ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് തുടക്കം, അതായത് ട്രേഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി കൊടുക്കുന്ന ടൈമില്ലേ, അത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്തെടുക്കണം. അതായത് നിങ്ങൾ കൊടുക്കുന്ന സമയം അത് 1 വർഷമാകാം, 2 വർഷമാകാം, 3 വർഷമാകാം, ഇതെല്ലാം ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സൺ. ആ സമയം നിങ്ങൾ കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടണം. അല്ലെങ്കിൽ അത്ര സമയം നിങ്ങൾ കൊടുത്തതിലൊരു കാര്യമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾക്കൊരു കറക്റ്റ് യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, oh my god people, oh my god people. എങ്ങനെ നിങ്ങൾക്ക് ആ ടൈം യൂട്ടിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ആ കൊടുക്കുന്ന സമയം ഇത് വർത്താണ്. ഞാൻ ഈ കൊടുക്കുന്ന സമയം ഞാൻ കോൺഫിഡൻ്റ് ആണ്. ഈ ഒരു കൊടുക്കുന്ന സമയം എല്ലാം ഇനി 6 മാസം ആയിക്കോട്ടെ, 1 വർഷം ആയിക്കോട്ടെ, ഞാൻ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയം ഒരിക്കലും എനിക്ക് വെറുതെ ആകത്തില്ല എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് എങ്ങനെ ബിൽഡപ്പ് ചെയ്യാം. അതിൻ്റെ ഒരു ചെറിയ പാർട്ടാണ് ഞാൻ പാത്ത് എന്ന് പറയുന്ന സീരീസിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആ ഒരു സീരീസ് കണ്ടെന്ന് വിചാരിക്കുന്നു യൂട്യൂബിൽ. അതിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പാത്ത് കറക്റ്റ് ആണെങ്കിൽ, അതായത് നിങ്ങൾ പഠിക്കുന്ന സംഭവം, നിങ്ങൾ ചെയ്യുന്ന സെറ്റപ്പ്, നിങ്ങൾ സെലക്ട് ചെയ്ത സ്ട്രാറ്റജി, നിങ്ങൾ വാച്ച് ചെയ്യുന്ന യൂട്യൂബ്, നിങ്ങളെ സംസാരിക്കുന്ന ആൾക്കാർ, ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ ഇത് എത്ര സമയം എടുത്താലും നോ പ്രോബ്ലം. അതിനെപ്പറ്റി നിങ്ങൾ വറീഡ് ആകുകയോ വേണ്ട. ഈ കാര്യം മെയിനായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അത് സമയം എടുത്തോട്ടെ. ഒരിക്കലും നിങ്ങൾ പഠിക്കുന്നതെന്ന് പറയുന്നത് ഒരു ഹൈ പേയിങ് സ്കില്ലാണ്. അത് ആദ്യം മനസ്സിലാക്കുക. ഒരു ഹൈ പേയിങ് സ്കില്ലാണ് നിങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിന് സമയം എടുത്താലും കുഴപ്പമില്ല, പക്ഷേ ഈ കൊടുക്കുന്ന സമയം കറക്റ്റ് ആയിരിക്കണം. അതിനാണ് മെയിനായിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പാത്ത് കറക്റ്റ് ആണോ എന്നുള്ളൊരു സംഭവം. രണ്ടാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് ജേർണലിംഗ് ആണ്. ഈ ജേർണൽ ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് തുടക്കത്തിലെ അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. നിങ്ങളൊരു കുറേ പോകെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു എഫക്റ്റ് നിങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ലെന്ന ലെവലിലേക്ക് എത്തും. ഓക്കെ, അതായത് നിങ്ങൾ ഈ തുടക്കം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചേഞ്ചസ് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ബിഗിനിങ് ടൈമിലാണ്. അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഏത് സ്കില്ലായിക്കോട്ടെ, അത് നിങ്ങളുടെ തുടക്കത്തിലെ ടൈമിലാണ് നിങ്ങൾക്ക് ഏറ്റവും ക്ലീൻ ആയിട്ട് അതിൻ്റെ ഒരു വിസിബിൾ ചേഞ്ചസ് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അത് നിങ്ങൾ മനസ്സിലാകണം. ബിക്കോസ് അതാണ് നിങ്ങളുടെ മോട്ടിവേഷൻ. ഈ സംഭവം നിങ്ങളുടെ ട്രേഡിങ് കരിയറിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജിമ്മിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ചിട്ട്, അയാൾ ഇപ്പം ജിമ്മിൽ പോയി അയാളുടെ ബോഡിയിൽ കാണുന്ന ഗെയിൻസ് ആണ് അയാൾക്ക് വീണ്ടും ജിമ്മിൽ പോകാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടുന്നത്. മോട്ടിവേഷൻ ഡിസിപ്ലിൻ രണ്ടും വെരി ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ്. പക്ഷേ മെയിനായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് തുടക്കം മോട്ടിവേഷൻ വേണം ഓരോ കാര്യം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ആ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ കാണുന്ന ചെറിയ ചെറിയ വിന്നിലും നിങ്ങൾ റിക്കവർ ചെയ്യുന്ന ലോസുകളിലും ഒക്കെയാണ്. അപ്പോൾ ഇത് ജേർണൽ ചെയ്യാതാണ് നിങ്ങളുടെ ട്രേഡിംഗ് ജേർണി നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്നെങ്കിൽ
നിങ്ങൾക്ക് ഒരു ഐഡിയ എത്തും. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം കറക്റ്റ് ആയിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഇതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളത് ട്രാക്ക് ചെയ്യാതെ നിങ്ങളുടെ വിൻ റേറ്റും നിങ്ങളുടെ ആ ഒരു എഫേർട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് ഈ സാധനം ഇട്ടു വർക്കിംഗ് അല്ലെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജേർണൽ ചെയ്യുക. ഓക്കെ. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. ഈ സാധനം നല്ല വെയിറ്റ് ഉള്ള വണ്ടിയാണെങ്കിലേ സ്മൂത്തായിട്ട് എടുക്കാൻ പറ്റുമേ. നല്ല വീൽ ബേസ് ഉള്ള വണ്ടിയാണ്, ബട്ട് സ്റ്റിൽ നല്ല സുഖമാണ് കോർണർ ചെയ്യാൻ. സൂക്ഷിച്ചും കണ്ടും ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ. അപ്പം വണ്ടിയെ പറ്റി പറയണ, വണ്ടി വേറെ മൂടായിരുന്നു സത്യം. എനിക്ക് പറ്റിയ വണ്ടി, എനിക്ക് വേണ്ടി പണിഞ്ഞ വണ്ടി പോലെയൊക്കെ, ഞാൻ പറഞ്ഞു പണിയിപ്പിച്ച വണ്ടി പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. ബിക്കോസ് എനിക്ക് എല്ലാ ആസ്പെക്റ്റിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ലുക്കാണെങ്കിലും അതിൻ്റെ ഹാൻഡ്ലിങ് ആണെങ്കിലും. സി ഇത്ര ഹെവി വണ്ടിയാണെന്നുള്ളൊരു തോട്ടേ ഇല്ല. കണ്ടോ? ഓക്കെ, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറും. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ആ പാത്ത് കറക്റ്റ് ആണോ എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ പകുതി കാര്യങ്ങൾ നിങ്ങളുടെ കറക്റ്റായി. ഓക്കെ. രണ്ടാമത്തെ കാര്യം ജേർണലിങ്. മൂന്നാമത്തെ കാര്യമാണ് ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക്. അതിനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് മെഷർ ചെയ്യേണ്ട ആവശ്യമില്ലടോ. അത് മെഷർ ചെയ്ത് നിങ്ങളുടെ സമയം കളഞ്ഞ് നിങ്ങൾ സ്ട്രെസ് അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ട്രേഡ് എടുക്കുന്ന ആൾക്കാർ പകുതി ചേട്ടനുണ്ടോ, നിങ്ങൾ ട്രേഡ് എടുക്കുന്ന പകുതി കൂടുതൽ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കുന്ന ആൾക്കാരോ ഒക്കെ ആയിരിക്കും, ഇല്ലയോ? അല്ലാതെ നിങ്ങൾ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ജോലിയും കളഞ്ഞ് എല്ലാം കളഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. എന്തെങ്കിലും കാര്യത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ട്രേഡിങ്ങോട് നോക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ. എനിക്ക് മെസ്സേജ് അയക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് ഈ രണ്ടറ്റം കൂടെ കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. അപ്പം ആ ഒരു പേസിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എഗൈൻ ആവശ്യമില്ലാത്ത സ്ട്രഗിൾ നിങ്ങൾ തലയിലോട്ടെടുത്ത് ഇടാതിരിക്കാൻ നോക്കുക മാക്സിമം. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളുടെ പാത്ത് കറക്റ്റ് ആണെങ്കിൽ ഇത് പോട്ടെ, ടൈം എടുക്കട്ടെ, പക്ഷെ പാത്ത് കറക്റ്റ് ആയിരിക്കണം. അത് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. ഇത് ഇവിടെ ഒരു മനുഷ്യന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക. നിങ്ങളുടെ പാത്ത് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഞാൻ പോകുന്നത് കറക്റ്റ് വെയിലാണോ, എനിക്കിതിനുള്ള ഇതെല്ലാം കാണാൻ പറ്റുന്നുണ്ടോ, ഇത് പാത്ത് കറക്റ്റ് ആണ്, ഒന്നുകൂടെ ചെക്ക് ലിസ്റ്റ് ചെയ്യാൻ പറയാം. പാത്ത് കറക്റ്റ് ആണോ എന്ന് എങ്ങനെ അറിയാം? നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. എങ്ങനെ? ബൈ സീയിങ് യുവർ ജേണൽ. അതായത് ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ ചെയ്തിരിക്കണം. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പം ഈ രണ്ട് പോയിന്റ്സ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്. ഈവൻ ദോ നിങ്ങളൊരു ICT ട്രേഡർ അല്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു പ്രോപ്പർ സെറ്റപ്പ് ഉണ്ട്. ഒരു 40%, അറ്റ്ലീസ്റ്റ് ഒരു 40% വിൻ റേറ്റ് മതി നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാൻ. ഏറ്റവും വലിയൊരു മിസ്കൺസെപ്ഷൻ, ആൾക്കാർ ചിന്തിച്ചെടുക്കുന്ന ഒരു സംഭവമാണ് ഹയർ വിൻ റേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആകാൻ പറ്റും എന്നുള്ളത്. അങ്ങനൊന്നും അല്ല. നിങ്ങൾക്ക് ഈവൻ ഏറ്റവും മിനിമം 40% ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റും. ഒരിക്കലും ഒരു 40% വിൻ റേറ്റ് ഒരിക്കലും മോശം വിൻ റേറ്റ് അല്ല. ഞാൻ എപ്പോഴും പറയുന്നുള്ളൊരു കാര്യമാണ്. അതായത് ഈ 1% 40% അല്ലെ 41 മാറുക എന്ന് പറയുന്നത് തന്നെ അതൊരു ഹ്യൂജ് നമ്പറാണ്. ഈവൻ 1% ചേഞ്ച് വന്നാൽ തന്നെ. എൻ്റെ സെറ്റപ്പിൻ്റെ വിൻ റേറ്റ് എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ പോയാലും ഒരു 60-70% അതിനിപ്പോൾ വിൻ റേറ്റ് ഉണ്ട്. പക്ഷെ ഞാൻ കൺസിഡർ ചെയ്യുന്നത് 60% ആണ്. 60% വിൻ റേറ്റ് എന്നാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. അപ്പം ആ ഒരു വിൻ റേറ്റിൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റുന്നുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദി മന്ത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എൻഡപ്പ് ചെയ്യാൻ പറ്റുന്നു. സോ ആദ്യം നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരിക. ഒരിക്കലും ഹയർ വിൻ റേറ്റ് അല്ല ഹൈ പ്രോഫിറ്റബിൾ എന്ന് പറയുന്നത്. ഓക്കെ. നമുക്കിനിയും വളയാം. ഞാൻ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തുകയല്ല, അറിയാമല്ലോ എൻ്റെ കാര്യം. അതുകൊണ്ട് ഈ വീഡിയോ എത്ര ലെങ്ത് ആവുന്നൊന്നും എന്നോട് ചോദിക്കരുത്. അതൊക്കെ അതിൻ്റെ രീതിയിൽ അങ്ങ് പോയിക്കോളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ ഇരുന്ന് കാണുക. ഈ സാധനമാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. വേണ്ട എങ്കിൽ നിങ്ങൾ എനിക്ക് DM ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. നോ പ്രോബ്ലം. ഓക്കെ. എനിക്ക് ആ ഒരു പേഴ്സൺ അല്ല. ലൈക്ക് ഇപ്പം റൂമിനകത്ത് കയറി കഥ അടച്ചിരുന്ന കാര്യം സംസാരിക്കുന്ന ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. ആക്ച്വലി എനിക്കിങ്ങനെ നടക്കണം, എനിക്കിങ്ങനെ പോവാം എവിടെയെങ്കിലുമൊക്കെ.
അതാണ് എൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. ഇനി കമ്മിങ് ഡേയ്സിൽ ഞാൻ കംപ്ലീറ്റ്ലി ഡോക്യുമെൻ്റ് ചെയ്യാൻ പോകണം. അതായത് ഞാൻ എന്തായാലും ട്രാവൽ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാലും, അതായത് ഇതിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാനിത് കണ്ടിന്യൂ ചെയ്യും. ഇഷ്ടമുള്ളവർ കാണുക, അല്ലെങ്കിൽ ചാനൽ അൺസബ്സ്ക്രൈബ് അടിച്ചിട്ട് പോവാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമല്ല, അൺസബ്സ്ക്രൈബ് അടിക്കാനും പറ്റും. ചിലർക്കൊന്നും അത് അറിയത്തില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഡോണ്ട് റെക്കമെൻഡ് ദിസ് ചാനൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് ക്ലിക്ക് ചെയ്തിട്ടാൽ മതി. എനിക്ക് ഈ വണ്ടി അധികം പുഷ് ചെയ്ത് ഓടിക്കാൻ പറ്റത്തില്ല, കാര്യം ഇപ്പം ബ്രേക്കിംഗ് പീരീഡാണ്. ആ ഒരു 500 കിലോമീറ്റർ എനിക്ക് മിറ്റിഗേറ്റ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി 4 ആയിട്ടുണ്ട്. ഇന്നലെ മെനഞ്ഞാണ് വണ്ടി എടുത്തത്. മെനഞ്ഞാന്ന് വൈകിട്ട് വണ്ടി കിട്ടി. ഒരു 48 അവേഴ്സിനുള്ളിലാണ് ഞാൻ ഇത്ര ഓടി കംപ്ലീറ്റ് ആക്കിയത്. ചുമ്മാ ഇങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ വേറെ പണിയൊന്നും ഇല്ല. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു കിട്ടിയത് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് തുടക്കത്തിൽ പറയാനായിട്ട്. ഓക്കെ, അപ്പം എനിക്കിതൊരു ടെസ്റ്റിംഗ് വീഡിയോകളായിട്ടാണ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഈ എസ്പെഷ്യലി ഈ ഒരു സെറ്റപ്പ്, ഇങ്ങനെ ഒരു ടോക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, ഞാൻ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളത്, പ്ലീസ് മെൻഷൻ ഓൺ കമൻറ്റ് സെക്ഷൻ. എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്. പീസ് ഔട്ട്. ബൈ.